ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി എന്താ പറയുക, ഞങ്ങൾക്ക് രാത്രി ആയപ്പോഴേക്കും മീൻ വാങ്ങിക്കാനായിട്ട് എപ്പോഴും വാങ്ങിക്കുന്ന ഒരേ മീനായതുകൊണ്ട് ഞങ്ങൾക്ക് മടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞപ്പോഴേക്കും അയാൾ എന്നെയും കൊണ്ട് എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ഇപ്പോൾ പോവാണ് മീൻ വാങ്ങിക്കാൻ. അപ്പോൾ കൂടെ അതും ഉണ്ട്. അപ്പോൾ അവനെയും കാണിക്കാമല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ് കുറേ മീനുകളൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അവിടെ തോപ്പുംപടിയിൽ അന്തി മാർക്കറ്റ് എന്നൊരു മാർക്കറ്റ് ഉണ്ട്, ഇത് തോമ്പടിയിലുള്ള മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ രാത്രിയിലാണ് ശരിക്കും പറഞ്ഞാൽ ആ മാർക്കറ്റ് ആക്റ്റീവ് ആകുന്നത്. അത്രയും തിരക്കാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ. കണ്ടില്ലേ, എല്ലാം നിറയെ കച്ചവടക്കാരാണ്. മീനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, സ്രാവും അങ്ങനത്തെ ഒക്കെ നല്ല വലിയ മീനായിരുന്നു കേട്ടോ. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയുള്ള മീൻ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം കണ്ടത്. അതേപോലെ നിറയെ കച്ചവടക്കാരും കുറേ മീനുകൾ. നമുക്ക് ഏത് മീൻ വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനായിരിക്കും. ഏത് വാങ്ങിക്കണം, അത് ഒരെണ്ണം നോക്കിയിട്ട് അപ്പുറത്തോട്ട് തിരിയുമ്പോൾ വിചാരിക്കുന്നത് ഇത് വാങ്ങിക്കാമെന്ന്, അത് കണ്ടിട്ട് ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ എന്നാൽ ഇത് വാങ്ങിക്കാം. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്. ലാസ്റ്റ് ഞങ്ങൾ ഈ ശീലാവ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ നീളം മീൻ കണ്ടില്ലേ, ആ കൂട്ടത്തിൽ ഇച്ചിരി നീളനായിട്ട് കിടക്കുന്ന കോല് പോലത്തെ ഇച്ചിരി വലിയത്, അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു കിലോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആകുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ശീലാവ് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. മീൻ പിന്നെ ഓൾറെഡി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതായതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് കറിക്കുള്ള പരിപാടികൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു. മീൻ ക്ലീൻ ആക്കാനും വെട്ടാനും നുറുക്കാനും ഒന്നും നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി എളുപ്പമായി. അപ്പോൾ റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. ആ മീനിന് എത്രയാണോ റേറ്റ്, ആ റേറ്റിൽ തന്നെ അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം നമുക്ക് പണി എളുപ്പമാണ്. നമുക്ക് മടിയന്മാരും മടിച്ചുകളുമായിട്ടുള്ള പെണ്ണുങ്ങൾക്കൊക്കെ വളരെ സുഖമായിട്ടുള്ള പരിപാടിയാണ്. ചെന്ന് ഞങ്ങൾ അപ്പം തന്നെ അരപ്പുമൊക്കെ റെഡിയാക്കി. ശീലാവൊക്കെ കൂടുതലും തേങ്ങ അരച്ച് വെക്കുന്നത് ഞാനൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അരപ്പൊക്കെ റെഡിയാക്കി. അതേപോലെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതൊക്കെ എല്ലാം കൂടി ചതച്ച് പുളിയുമൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യമേ തന്നെ അരപ്പൊക്കെ എല്ലാം റെഡിയാക്കി. പിന്നെ അതിനകത്തോട്ട് മീനും അങ്ങോട്ട് ഇട്ടു. ഇതാകുമ്പോൾ നമുക്ക് വേഗം പരിപാടി കഴിഞ്ഞ് മീൻ അടപ്പത്തോട്ടാക്കാമല്ലോ. പിന്നെ ബാക്കി 2-3 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ചോറ് കിട്ടാനായിട്ടൊക്കെ വറുക്കാൻ കൊണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികളും ഒക്കെ ഇട്ട് വിനാഗിരിയും കൂടി ഇട്ടിട്ട് അതും കൂടെ പുരട്ടി അങ്ങനെ വെച്ചിട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു. അത് ഒരു പാത്രത്തിനകത്താക്കി അത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. രാത്രിത്തേക്ക് വറുക്കാൻ വേറെ ചാള ഉണ്ടായിരുന്നു. ചാള ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മീൻ എടുത്തില്ല വറുക്കാനായിട്ട്. പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ചാള അപ്പോൾ ഓൾറെഡി വറുക്കാനായിട്ട് ചട്ടിയിലോട്ടൊക്കെ അമ്മ ഇട്ട് തുടങ്ങി വെച്ചു. മറ്റേ മീൻ അവിടെ അടപ്പത്തിരുന്ന് തിളച്ച് കറിയൊക്കെ എല്ലാം ഒന്ന് വറ്റി നല്ല പുളിയൊക്കെ പിന്നെ പിടിച്ച് തുടങ്ങിയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലോണം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായില്ല, കാരണം അപ്പം വെച്ചല്ലേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് അതൊക്കെ എല്ലാം റെഡിയാക്കി മീനൊക്കെ കറിയൊക്കെ സെറ്റായി. അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ രാത്രി തോന്നുന്ന സമയത്ത് പോയി മീൻ വാങ്ങിച്ച് തോന്നുന്ന സമയത്ത് രാത്രി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണോ? അങ്ങനത്തെ ഒരു പോക്കിനൊരു പ്രത്യേക വൈബും കൂടെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ പോയി മീൻ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം രാത്രി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.